गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചക്രയോധിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സമൂഹത്തിലെ പാരന്റിംഗ് രീതിയിലുള്ള തെറ്റിദ്ധാരണകളും വളർത്തു രീതിയും, ഒരുപാട് സ്നേഹിക്കൽ അല്ലെങ്കിൽ ഒട്ടും സ്നേഹിക്കാതിരിക്കൽ തുടങ്ങിയവ പോലെയുള്ള നമ്മുടെ ജീവിതശൈലിയും ഇതിനെ എങ്ങനെ സമാനമായ രീതിയിൽ സമൂഹത്തിലെ ഭാരമേറിയ ജീവിതശൈലിയിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷനിലൂടെ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ? കുട്ടികളോട് എന്ത് പറയണം, എന്ത് പറയാൻ പറ്റില്ല, പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ചീത്തയായി പോകണമെന്ന് ഒരിക്കലും അവർ പറഞ്ഞാലും നമ്മളങ്ങനെ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാറില്ല അല്ലേ? പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലൂടെ വരുന്ന വാക്കുകൾ അവരിൽ എത്രമാത്രം നേരായ വഴിയിലൂടെ അല്ലാണ്ട് തെറ്റിദ്ധാരണകളിലേക്ക് പോയി ഓരോന്നും കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പറയാൻ പാടില്ലാത്തത്? നമ്മൾ അച്ഛനമ്മമാർ പൊതുവെ കുട്ടികളോട് ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകളാണ്: നിന്നെ ഒന്നും കൊള്ളത്തില്ല, നീ ഒട്ടും പഠിക്കുന്നില്ല, എന്തു പറഞ്ഞാലും അനുസരിക്കില്ല, എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ശാപവാക്കുകൾ ദേഷ്യം വരുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. നിരന്തരം നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിൽ, അവനിൽ അല്ലെങ്കിൽ അവളിൽ, അവൻ്റെ ഉപബോധ മനസ്സിൽ ഉടലെടുക്കുന്നത് സ്വാഭാവികമായും ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല എന്ന് നിരന്തരം കേട്ട് അവൻ്റെ മനസ്സ് അതിലേക്ക് നീങ്ങുകയാണ്. സ്വാഭാവികമായും അച്ഛനമ്മമാരോട് ചെറിയ ഒരു വിദ്വേഷവും അവന് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. കുട്ടികളാവുമ്പോൾ അവർക്കത് പ്രതികരിക്കാൻ അറിയില്ല. പക്ഷേ അവരിതിന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സഹപാഠികൾ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള എവിടെയാണോ അവർക്ക് സ്നേഹം കിട്ടുന്നത് ആ വശത്തേക്ക് അവരുടെ മനസ്സ് അവരറിയാതെ ചേർന്ന് പോകുകയാണ്. അത് ചിലപ്പോൾ നല്ല ബന്ധങ്ങളാവാം, ചിലപ്പോൾ ഇന്നത്തെ കാലം ഒന്നും പറയണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് അവിടെ മാറി തുടങ്ങുകയാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ നല്ലതാവാൻ വേണ്ടി പറയുന്നതായിരിക്കാം, പക്ഷെ ചെന്ന് പെടുന്നതോ അവൻ്റെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ ഏൽക്കുന്ന ആഘാതമാണ്. അവൻ ആ സ്നേഹം കിട്ടുവാൻ വേണ്ടി വേറെ വഴിക്ക് തിരിയുകയാണ്. ഇനി അതൊരു തരം. അടുത്ത തരം പറയുകയാണെങ്കിൽ കമ്പാരിസൺ. എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്നത് അവനെ കണ്ട് പഠിക്കുക, അവളെ കണ്ട് പഠിക്കുക. അപ്പുറത്തെ വീട്ടിൽ ആ കുട്ടീനെ കണ്ടോ, എല്ലാ കാര്യങ്ങളും അച്ഛനമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നു, നല്ല അനുസരണയുണ്ട്, നല്ല സ്വഭാവമാണ്, തർക്കുത്തരമൊന്നും പറയുന്നില്ല, സ്കൂളിലാണെങ്കിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയാണ്. നീയോ എത്ര പറഞ്ഞിട്ട് നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റണില്ല അല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുന്നതെന്നോ, ഓ എൻ്റെ അച്ഛനമ്മയ്ക്കും എന്നോടല്ല, അവരോടാണ് സ്നേഹം കൂടുതൽ. അവിടെ അവന് വിദ്വേഷവും പ്രതികാരവും ഉടലെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് ഓരോന്നും അവൻ്റെ മനസ്സിൽ തോന്നുകയാണ്. നമ്മൾ അതിനുള്ളൊരു സാഹചര്യം വഴിയൊരുക്കി കൊടുക്കുകയാണ്. പിന്നെ അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ അച്ഛനമ്മമാർ കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത്. നീ സമ്പാദിക്കുന്നതൊന്നും ഞങ്ങൾക്ക് തരണമെന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനുണ്ട്, നീ തന്നെ സൂക്ഷിച്ചോ, നിന്റെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന കൂട്ടരുകൾ ഉണ്ടാവാം. അവിടെ അവൻ കാണുന്നത്, ഓ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടും ജോലിയൊക്കെ നേടിയിട്ടും എനിക്ക് കിട്ടുന്നതൊന്നും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയിലൂടെ വന്ന അവർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഞാനെന്തിനാ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവിടെ അവന് ട്രസ്റ്റ്, അവനോടുള്ള വിശ്വാസം അല്ലെങ്കിൽ അച്ഛനമ്മമാർ അവനോട് പറഞ്ഞ വാക്കുകൾ അവനെ അവിടെ മുറിവേൽപ്പിക്കുകയാണ്. അത് സ്വാഭാവികമായും പതുക്കെ അവൻ്റെ പ്രവൃത്തി മേഖലകളിലെ വരെ ബാധിക്കും.
ഒന്നിനും താല്പര്യമില്ലായ്മ, മടി, അലസത, ഒരു ചുറുചുറുക്കില്ലായ്മ ഒക്കെ പതുക്കെ പതുക്കെ അവനിൽ ഉടലെടുക്കുന്നതാണ്. ഉത്തരവാദിത്വം കുറയും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നെഗറ്റീവ് പെട്ടെന്ന് ആ ഉപബോധ മനസ്സിൽ കയറി കടന്ന് അത് പതുക്കെ അത് പ്രതികരിക്കാൻ തുടങ്ങും. അത് ഏത് വഴിയിലാണ് തിരിച്ച് പ്രതികരിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ കുട്ടികളോടൊക്കെ നുണ പറയാറുണ്ടല്ലേ. തമാശയ്ക്കാവാം, ചിലപ്പോൾ കാര്യമായിട്ടാവാം. കുട്ടികളിലും അല്ലെങ്കിൽ പുറത്തുള്ളവരോടും ഇങ്ങനെ നമ്മൾ നുണ പറഞ്ഞ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മമാർ അത് പറയുമ്പോൾ കുട്ടികളും ഇതാണ് കണ്ടു വളരുന്നത്. അവർ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും കാര്യം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നുണ ഒരു വലിയ കാര്യമൊന്നുമല്ല, എവിടെയും ജയിക്കാൻ എനിക്കിത് ഉപയോഗിക്കാം, അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം, ഒരു കള്ളത്തരം അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. അവനും ഇത് ജീവിതശൈലിയുടെ ഭാഗമാക്കുകയാണ്. അവൻ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ എളുപ്പവഴി കണ്ടെത്താൻ അവൻ സ്വാഭാവികമായും അവനും ഈ നുണ പരിശീലിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വാക്കുകളിലൂടെ വരുന്ന, നമ്മൾ അറിയാതെ വരുന്ന, പറഞ്ഞു പോകുന്ന ഈ വാക്കുകൾ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വരുന്ന മാറ്റങ്ങൾ എവിടം വരെയാണ് എത്തിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ ഒരു നല്ല നാളെയുടെ ഒരു പൗരനാക്കണ്ടേ? നമ്മളെങ്ങനെ നമ്മുടെ കുട്ടികളെ കഴിവുള്ള, കരുത്തുള്ള, കരുതലുള്ള ഒരു ഭാവിയിലെ ഒരു പൗരനാക്കാം എന്ന് നമ്മൾ ശ്രമിക്കണ്ടേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? കഴിവും കരുത്തും മറ്റുള്ളവരിലല്ല, അവനവനിൽ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവ് കണ്ട് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്താണ് ഈ കഴിവ്? നമ്മുടെ വിദ്യാഭ്യാസമാണോ ഈ കഴിവ്? സ്കൂൾ പഠനവും കഴിവും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല കേട്ടോ പറയുന്നത്. ബിടെക് അല്ലെങ്കിൽ വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യത, റാങ്കോട് കൂടിയ മേടിച്ച കുട്ടികൾ ഇന്ന് ജീവിക്കാൻ നട്ടം തിരിയുകയാണ്. അവർ പഠിച്ച ജോലിയല്ല അവർക്ക് കിട്ടുന്നത്. കിട്ടുന്ന ജോലി അവർ ചെയ്യുന്നതാണ്. കിട്ടുന്ന ശമ്പളം, വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ശമ്പളം പോലും അവർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ കഴിവിനെയല്ല അവർ ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസം ചെയ്തു, പക്ഷെ കിട്ടിയ ജോലി വേറെ. കഴിവുണ്ട്, അത് ഉപയോഗിക്കാൻ അറിയുന്നില്ല. അതേസമയം ഇന്നത്തെ നമ്മുടെ ലോകത്ത് ബംഗാളികൾ, വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ അവർ നമ്മുടെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് വളരെ വലിയ പണക്കാരനായി വീട് വെച്ച് യാത്രയോ ഫ്ലൈറ്റിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? അവന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ അവൻ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല, അവൻ്റെ കഴിവ്, അവനിലുള്ള കഴിവ്, ചെറുതായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ അതിന് തക്കതായ വേണ്ട സമയത്ത് ഡിസിഷൻ എടുത്ത് അവൻ അതിലൂടെ നീങ്ങുന്നു. ഈ ലോകത്ത് ജീവിക്കാൻ വിദ്യാഭ്യാസം വേണം. അതിനോടൊപ്പം തന്നെ കഴിവും, അവൻ്റെ കഴിവും, അവനുള്ളിലെ കഴിവും അവൻ തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുമ്പോഴാണ്, അത് നേരിടുമ്പോഴാണ് അവന് കരുത്ത് ഉണ്ടാകുന്നത്. അത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. എങ്ങനെയാണ് നമ്മൾ കഴിവ് കുട്ടികളിൽ കാണിച്ചു കൊടുക്കുക? താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ സാമർഥ്യമില്ല, ചെയ്യാൻ മടിയാണ്, അല്ലേ? നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ആയ വാക്കുകളാണ് ഇതൊക്കെ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലകേ ദുർഭു മാതോ സംഘോസ്തു കർമ്മണി. അതായത് കർമ്മങ്ങൾ ചെയ്യുക, നിരന്തരമായ കർമ്മങ്ങളിലൂടെയേ നമുക്ക് കഴിവ് ലഭിക്കുകയുള്ളൂ. ഫലം ആഗ്രഹിക്കരുത് എന്നല്ല, ഫലം സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യമാവുകയില്ല. നിരന്തരമായ ശ്രമം, പരിശീലനം,
ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമേ ആ കഴിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ നിരന്തരമായ കഴിവിലേക്ക് കടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ഗുരുത്വം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പ്രസക്തി. ഭഗവാൻ പറയുന്നുണ്ട്, ആരാണോ നാമജപത്തിലൂടെ ശ്രദ്ധാപൂർവം ഭക്തിപൂർവം ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആ ബുദ്ധിമണ്ഡലം അല്ലെങ്കിൽ ബോധം എന്നുള്ള ആ വികാസം ഭഗവാൻ വാരിക്കോരി കൊടുക്കുന്നതാണ്. നാമജപത്തിലൂടെ അത് തീർച്ചയായും ആ കരുത്ത് നമുക്ക് സാധിക്കുമോ? അപ്പോൾ നാമജപം നമ്മൾ ശീലിക്കുക തന്നെ വേണം. നമ്മൾ എന്താണോ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെ കർമ്മഫലത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ അവൻ്റെ ബോധമണ്ഡലം ഉണർന്ന് കരുത്തായ അവൻ്റെ കഴിവ് അവനിൽ തന്നെ കണ്ടുപിടിക്കാൻ നാമജപം സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ അവനെ വളർത്തിയെടുത്ത് നല്ല വാക്കുകളിലൂടെ അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ കഴിവിനെ കണ്ടെത്തി അവനെ സ്നേഹം കൊടുത്ത് കുടുംബ ബന്ധം പുലർത്തി ആത്മബോധം വളർത്തി നല്ലൊരു നാളെയിലെ നല്ലൊരു പൗരനാക്കാൻ നമ്മുടെ ഗുരുത്വത്തിലൂടെ നല്ലൊരു സമൂഹത്തിലെ നല്ല കുട്ടിയാക്കാൻ നമ്മൾക്ക് ശ്രമിച്ചുകൂടെ? നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.